തലപ്പത്തുള്ള നേതാക്കളെ വധിച്ചുകൊണ്ട് ഭരണമാറ്റം കൊണ്ടുവരിക എന്നത് മിഡിൽ ഈസ്റ്റിൽ പലയിടത്ത് US നടത്തി ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണ്. ഈ ലീഡർഷിപ്പിനെ ഒന്നാകെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നൊടുക്കേണ്ടി വരും. കാസറ്റ് വിപ്ലവം എന്നാണ് 1979 ഇസ്ലാമിക വിപ്ലവത്തെ കളിയാക്കി പറയാറുള്ളത്. ഒരുപക്ഷെ ലിബിയയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇറാൻ മാറിയാൽ അത്ഭുതപ്പെടാനില്ലല്ലോ. ആരു വഴി ഈ റെജീം ചേഞ്ച് നടപ്പാക്കും എന്നതാണ് ഗുരുതരമായ പ്രശ്നം. സ്വാഭാവികമായി ഉയർന്നു വരുന്നൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രക്ഷോഭത്തിന് പിന്നിൽ പോലും ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ടായിരുന്നു, മൊസാദിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വേറെ റിപ്പോർട്ടുകളുണ്ട്. ഒരിടത്തും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയല്ല ചെയ്തത്. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഏകപക്ഷീയമായ ആക്രമണവും അതിന് തിരിച്ചടിയെന്നോണം അമേരിക്ക സൈനിക താവളങ്ങൾ ഒരുക്കിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് നേർക്ക് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണവും ലോകത്തെ ഒരു യുദ്ധഭീതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ ആശങ്ക ലോകമെമ്പാടും ഉയർന്നിരിക്കുന്നു. നിരപരാധികളായ കുഞ്ഞുങ്ങളടക്കം അനവധി ജീവനുകൾ ഇതിനകം പൊലിഞ്ഞിരിക്കുന്നു. ഇനി എത്ര ജീവൻ പൊലിയും എന്നുള്ള സംശയം നിലനിൽക്കുന്നു. ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: അധികാരം ഏറ്റെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഇറാൻ ജനതയെ ആഹ്വാനം ചെയ്യുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. തൊട്ടുപിറകെ നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്നു: ലക്ഷങ്ങളായി തെരുവിലിറങ്ങൂ, നിങ്ങളുടെ ജീവിതം കയ്പ് നിറഞ്ഞതാക്കിയ ഭരണകൂടത്തെ പുറത്താക്കുന്ന ജോലി തീർക്കൂ എന്നായിരുന്നു നെതന്യാഹു ആഹ്വാനം ചെയ്തത്. നെതന്യാഹു ആ ആഹ്വാനം നടത്തിയത് ഇറാൻ്റെ പ്രാദേശിക ഭാഷയിലായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇറാൻ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന വിധത്തിലായിരുന്നു. അതായത് ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളത് സുനിശ്ചിതമാണ്. എന്നാൽ എളുപ്പത്തിൽ സാധ്യമാകുന്നതാണോ ഈ ഭരണകൂട അട്ടിമറി എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനയുടെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം അടക്കം ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതിന് ശേഷം, മിസൈലാക്രമണത്തിലൂടെ വധിച്ചതിന് ശേഷം ഇറാനിൽ ഉയർന്നു വരുന്ന ജനരോഷം അത് ഒരുപക്ഷെ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ജനരോഷത്തെ മറികടക്കുന്നതാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ, ഈ ഇറാനിലൊരു ഭരണകൂട അട്ടിമറി, പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കൽ, ഇത് മുൻപ് അമേരിക്കയുടെ നേതൃത്വത്തിൽ, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നേതൃത്വത്തിലൊക്കെ ഒരിക്കൽ ഇറാനിൽ നടന്നതാണ്. മറ്റ് പല രാജ്യങ്ങളിലും നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സൈനിക ഓപ്പറേഷനോടെ. ഇറാനിൽ അത് ഈ ഘട്ടത്തിൽ അത്രത്തോളം എളുപ്പമാണ് എന്ന് കരുതാമോ? എളുപ്പമാണ് എന്ന് കരുതാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധരുടെ നിഗമനം. 1953 രാജീവ് ഈ പറഞ്ഞ അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ചു ചേർന്ന് ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാജാധിപത്യത്തിന് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്ന വിധത്തിൽ ഈ പഹ്ലവി ഭരണകൂടത്തിൻ്റെ, ആ മൊണാർക്കിയുടെ തുടർച്ച ഉറപ്പുവരുത്തിയത്. 1953 അത് സംഭവിക്കാനുള്ള കാരണം തന്നെ യഥാർത്ഥത്തിൽ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എന്ന ആ കമ്പനിയെ ദേശസാൽക്കരിക്കാൻ മുഹമ്മദ് മൊസദ്ദിഖ്, പ്രധാനമന്ത്രിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഓയിൽ കമ്പനിയെ ദേശസാൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളും അത്തരത്തിലുള്ള റിഫോമിസ്റ്റ് ശ്രമങ്ങളുമായിരുന്നു. അതായത് ഇറാനിയൻ ഓയിൽ കമ്പനി എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനി ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഈ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെ, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെ നിന്ന ഒരു പ്രധാനമന്ത്രിയെ അട്ടിമറിച്ചുകൊണ്ട് 1953 US-ഉം ബ്രിട്ടനും ഇതിൽ ഇടപെടുന്നത്. അതേ പിന്തുടർച്ചയെ പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ US ശ്രമിക്കുന്നത്. അന്ന് അട്ടിമറിക്കപ്പെട്ട അതിനുശേഷം 1979 വരെ ആ രാജാധിപത്യം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച പഹ്ലവി ഭരണകൂടം ഉണ്ടായി. മുഹമ്മദ് റസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ 1979 വരെ ഒരു ഷാ ഡിനാസ്റ്റി അതെ, അവർ അമേരിക്കൻ അനുകൂല ഒരു വെസ്റ്റേൺ അനുകൂല സർക്കാർ ഉണ്ടായി. 1979 ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് മുതലാണ്
ആ ഭരണകൂടത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ലോകം മുഴുവനും നിന്നാണ്. യഥാർത്ഥത്തിൽ ആയത്തുള്ള ഖുമൈനി പുറത്ത് ഏതാണ്ട് 6 വർഷത്തോളം പുറത്ത് മറ്റ് യൂറോപ്യൻ രാജ്യത്ത് താമസിച്ചാണ് അതിനുള്ള കളമൊരുക്കിയത്. അതുപോലെ അലി ശരീഅത്തിയുടെ പ്രസംഗങ്ങൾ, ആയത്തുള്ള ഖുമൈനിയുടെ പ്രസംഗങ്ങൾ, യഥാർത്ഥത്തിൽ കാസറ്റ് വിപ്ലവം എന്നാണ് 1979 ഇസ്ലാമിക വിപ്ലവത്തെ കളിയാക്കി പറയാറുള്ളത്. അലി ശരീഅത്തിയുടെയും ഖുമൈനിയുടെയും പ്രസംഗം അക്കാലത്ത് ടേപ്പ് റെക്കോർഡ് ചെയ്ത് ആ കാസറ്റ് ഇറാനിൽ ഉടനീളം പ്ലേ ചെയ്തിട്ടാണ് ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കിയെടുത്തത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിപ്ലവം എന്നതായിരുന്നില്ല അതിൻ്റെ തുടക്കത്തിലെ ലക്ഷ്യം. അതിൽ കർഷകർ, തൊഴിലാളികൾ, ഈ സ്ട്രീറ്റിൽ വിൽപ്പന നടത്തുന്ന ബസാർ വെൻഡേഴ്സ്, ആ തരത്തിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും എല്ലാം പങ്കാളിത്തത്തോടു കൂടി നടന്ന ഒരു മൂവ്മെൻറ്റിനെ യഥാർത്ഥത്തിൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ പിൽക്കാലത്ത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. 1979 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഖുമൈനി ഇറാനിലേക്ക് തിരിച്ചെത്തുന്നു. ഈ റസ പൗലവി നാടുവിട്ടു പോകുന്നു. 1979 ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു റഫറൻഡം നടത്തുന്നു. ആ റഫറൻഡത്തിലൂടെയാണ് ഇസ്ലാമിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ 1924 ഇസ്ലാമിക ഖിലാഫത്ത് പിരിച്ചുവിടപ്പെടുകയും അവസാനത്തെ ഖലീഫയെ നാടുകടത്തുകയും തുർക്കി നാടുകടത്തുകയും ചെയ്തതിനു ശേഷം 1928 മുസ്ലിം ബ്രദർഹുഡ്, 1941 ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ച് തുടങ്ങിയ വലിയ സംഘടനകളിൽ ഷിയ പക്ഷത്തു നിന്ന് ഒരുപക്ഷെ നേരിട്ട് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കലല്ല, പക്ഷേ അതിനുശേഷം ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ വന്ന ഇസ്ലാമിസ്റ്റ് മൂവ്മെൻറ്റിൽ ഷിയ ധാരയിലുള്ള ഇസ്ലാമിസ്റ്റ് മൂവ്മെൻ്റാണ് ഇറാനിൽ സംഭവിച്ചത്. അത് അധികാരം പിടിക്കുക എന്ന കാര്യമാണ് 79 സംഭവിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായി ആ ഭരണകൂടത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ആഭ്യന്തരമായുള്ള കലാപങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള കലാപങ്ങൾ. ഏറ്റവും ഒടുവിൽ 2022 വിമൻ ലൈഫ് ആൻഡ് ഫ്രീഡം എന്ന് പേരിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് നടന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീകൾക്ക് നേരെ ഹിജാബ് അനുഷ്ഠിച്ചില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ട്രിഗർ ചെയ്യപ്പെട്ട ഒരു വലിയ സമരം ഇറാനിലുടനീളം ഉണ്ടായി. അതിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്, സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെ പല ദിക്കിൽ പല വിധത്തിലുള്ള സമരങ്ങൾ ഇറാനിയൻ സർക്കാരിനെതിരെ നടത്തുന്നുണ്ട്. അവിടുത്തെ അടിച്ചമർത്തലിനെതിരെ, സ്വാതന്ത്ര്യമില്ലായ്മക്കെതിരെ, വികസനമില്ലായ്മക്കെതിരെ, യാഥാസ്ഥികത്വത്തിനെതിരെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഖംനയുടെ രാഷ്ട്രീയ വധത്തോടു കൂടി ആ മൂവ്മെൻറ്റിനെ മുഴുവനും യഥാർത്ഥത്തിൽ ആ മൂവ്മെൻറ്റ് മുഴുവൻ നിശബ്ദമാക്കപ്പെടുകയും ഇറാനിയൻ ഭരണകൂടത്തിന് പിന്നിൽ ജനത ഒന്നായി അണിനിരക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത്. നമുക്ക് അവരുടെ അഭിപ്രായം കേൾക്കുക എന്നതിനപ്പുറത്ത് അതിൽ ഇവിടെ നിന്നുകൊണ്ടൊന്നും പറയാനില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഒരു സുപ്രീം ലീഡർ, അതായത് പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന ആദ്യം ഖുമൈനി പിന്നീട് ഖാംനയി, ഇവർ രണ്ടുപേരും വന്നു. അപ്പോഴും അവിടെ ഒരു ഗാർഡിയൻ കൗൺസിലുണ്ട്, അതുപോലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം അതിൻ്റെ തുടർച്ചയായി അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ടാകാതിരിക്കാൻ പാകത്തിലുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഒരു ലീഡർഷിപ്പിനെ മൊത്തം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി തൽക്കാലത്തേക്കെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ ഖാംനയി ഇല്ലാതാവുമ്പോൾ ഖാംനയിക്ക് പകരം ഒരു സംവിധാനം വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. അതുവഴി ആ സിസ്റ്റത്തിൻ്റെ തീരുമാനമനുസരിച്ച് ചില കാര്യങ്ങൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഖാംനയിയുടെ മരണത്തോട് ആ ജനത വലിയ തോതിൽ പ്രതികരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആ സിസ്റ്റം തുടരുന്നു ഇപ്പോഴും. അതിനെ അത്ര എളുപ്പം അങ്ങോട്ട് മാറ്റി തീർക്കാൻ പറ്റില്ല. അതർവൈസ് ഈ ലീഡർഷിപ്പിനെ ഒന്നാകെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ നൽകുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഖംനയി ഒരു ഏകാധിപതിയാണ്, ആ ഏകാധിപതി അവസാനിക്കുന്നതോടുകൂടി ഭരണമാറ്റം ഉണ്ടാകും എന്നാണ്. അങ്ങനെയല്ല. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വ്യവസ്ഥാപിതമായൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തിയോക്രാറ്റിക് സ്പിരിച്വൽ ലീഡർ മാത്രമാണ് ഖംനയി. അവിടെ വളരെ കൃത്യമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പണ്ഡിതരുടെ സഭയുണ്ട്, അതോടൊപ്പം തന്നെ ജുഡീഷ്യറി ഉണ്ട്. വ്യവസ്ഥാപിതമായൊരു സംവിധാനം യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ഓർഗനൈസ്ഡ് ആയൊരു സംവിധാനമുള്ള
ഒരു രാജ്യം ഇറാനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ രാഷ്ട്രീയ വധം നടത്തിയത് കൊണ്ട്, അസാസിനേറ്റ് ചെയ്തത് കൊണ്ട് തീരുന്ന ഒന്നല്ല ആ സംവിധാനങ്ങൾ. അതേസമയം ജനങ്ങളുടെ പ്രക്ഷോഭത്തിലൂടെ ഇത് നടത്തണം എന്നതാണല്ലോ ഇപ്പോൾ നെതന്യാഹുവും ട്രംപും മുന്നോട്ട് വെക്കുന്ന, അവർ ഇറാനിയൻ ജനതയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു, അതുകൊണ്ട് തെരുവിലിറങ്ങി ഈ ഭരണത്തെ മാറ്റൂ എന്നാണല്ലോ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ആ വിധത്തിൽ ഭരണമാറ്റത്തിന് മുൻകൈയെടുക്കാവുന്ന ജനകീയമായ സമരങ്ങളെ ഈ ഒരു വധത്തോടു കൂടി അതിന്റെ മൊമെന്റം നഷ്ടപ്പെടുകയും. അല്ല, അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ 2025 ജൂണിൽ ഇതിനു മുമ്പ് ഇസ്രായേലും US-ഉം ചേർന്ന് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. അന്ന് മറ്റേ ബങ്കർ ബസ്റ്റർ 12 ദിവസത്തെ യുദ്ധം. അതെ, ബങ്കർ തകർക്കുന്ന ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തി. അതോടുകൂടി ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ തകരാറിലായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിരുന്നു. അമേരിക്കയും ഇസ്രായേലും അങ്ങനെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇറാനിലുണ്ടായ വലിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീർഘകാലമായി അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും ഉപരോധത്തിന് കീഴിൽ കഴിയുന്ന ഒരു രാജ്യം ഈ ആക്രമണത്തോടുകൂടി കൂടുതൽ തകരുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ജനുവരിയിൽ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തു. ജനങ്ങളാകെ തെരുവിലിറങ്ങുന്ന വലിയ പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടതല്ല, അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ആ പ്രക്ഷോഭം അടിച്ചമർത്തിയപ്പോൾ ഏതാണ്ട് 30,000 പേരെ ഈ പറയുന്ന ഇറാനിലെ ഭരണകൂടം വധിച്ചു എന്നാണ്. അത് വസ്തുതയാണോ അല്ലോ എന്ന് നമുക്കറിയില്ല, അത് അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന കണക്ക് മാത്രം. പക്ഷെ അങ്ങനെ ഒരു വലിയ പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ച പോലും ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇല്ലാതാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സ്വാഭാവികമായി ഉയർന്നു വരുന്നൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ, ആ പ്രക്ഷോഭത്തിന് പിന്നിൽ പോലും ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ടായിരുന്നു, മൊസാദിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വേറെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതുണ്ടെങ്കിൽ പോലും അന്നുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റിനെ പോലും ഇപ്പോൾ തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇറാനിലുണ്ടായിരിക്കുന്നു എന്നതാണ് ബഷീർ ചൂണ്ടിക്കാട്ടുന്നത്. അത് ഇന്നിപ്പോൾ ഞാൻ രാജീവ് ഈ പറഞ്ഞതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, പലസ്തീനിയൻ ജേർണലിസ്റ്റ് ദാവൂദ് ഖുത്തുബിൻ്റെ ഒരു വളരെ ദീർഘമായൊരു ലേഖനം അൽ ജസീറ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വാഭാവികമായി സംഭവിക്കുമായിരുന്ന ഒരു കാര്യത്തെ തടയുന്ന വിധത്തിൽ ഖംനയുടെ വധം റെജീം ചേഞ്ചിന് എതിരായി പ്രവർത്തിക്കാനാണ് സാധ്യത എന്നാണ്. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. റെജീം ചേഞ്ച് എന്നത്, അതല്ലെങ്കിൽ തലപ്പത്തുള്ള നേതാക്കളെ വധിച്ചുകൊണ്ട് ഭരണമാറ്റം കൊണ്ടുവരിക എന്നത് മിഡിൽ ഈസ്റ്റിൽ പലയിടത്ത് US നടത്തി ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണ്. വധിക്കാൻ ചിലപ്പോൾ കഴിയും, പക്ഷേ ഭരണമാറ്റം എന്നത് സാധ്യമാകാതെ വരും. ഭരണമാറ്റം ചിലപ്പോൾ സംഭവിച്ചിടത്ത് തന്നെ ഉദ്ദിഷ്ട കാര്യം നടക്കാതെ വരും. പറയുന്നതിന് മുമ്പ് അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി പറയാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. അതായത്, ഇത്തരം ആകാശ ആക്രമണങ്ങളിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത്, ഇറാഖിൽ പറ്റിയ അബദ്ധങ്ങൾ, തെറ്റുകൾ, മണ്ടത്തരങ്ങൾ ഇത് മുഴുവൻ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നടപടിയെ ഇറാനിൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നത്. ഇറാഖിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഏതാണ്ട് സമാനമായ വിധത്തിൽ, അതായത് സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖ് മാരക പ്രഹരശേഷിയുള്ള വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന കള്ള റിപ്പോർട്ടുണ്ടാക്കി വലിയ ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ പുറത്താക്കി അദ്ദേഹത്തെ പിടികൂടി അവിടുത്തെ ഒരു ടെമ്പററി ഗവൺമെന്റിനെ സ്ഥാപിച്ച് ആ ഗവൺമെന്റിനെ കൊണ്ട് വിചാരണ ചെയ്ത് തൂക്കിലെത്തിയതിന് ശേഷം ഇറാഖിന്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇറാഖിൽ സംഭവിച്ചു. ഒന്ന്, എന്താണോ US ശ്രമിച്ചത്, അതായത് ഇറാന്റെ നോൺ സ്റ്റേറ്റ് പ്ലേയേഴ്സ് പല ദിക്കുകളിലായി പ്രവർത്തിക്കുന്നു എന്നതാണല്ലോ US-ന്റെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. യഥാർത്ഥത്തിൽ ഇറാഖിൽ സദ്ദാമിന് ശേഷം ഒരുപാട് ഷിയ മിലീഷ്യ രൂപപ്പെട്ടു വന്നു. ഒരുപാട് പേർ പല ദിക്കുകളിലായി രൂപപ്പെട്ടു വന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രൂപീകരണമുണ്ടായി. മുഴുവനായും എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റായി, എന്താണോ പ്രചരിപ്പിക്കപ്പെട്ടത് അതിന് നേരെ ഓപ്പോസിറ്റായ റിസൾട്ട് ഉണ്ടായി. കൂടുതൽ മിലിറ്റൻ്റായ, കൂടുതൽ തീവ്രമായ ഐഡിയോളജി പുലർത്തുന്ന സംഘങ്ങൾ രൂപപ്പെടുന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാഖ് മാത്രമല്ല, അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നേതാക്കളെ വധിച്ചുകൊണ്ട് ഭരണമാറ്റത്തിനോ അതല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ
അവിടെയെല്ലാം മിഡിൽ ഈസ്റ്റിലുടനീളം അവിടെയെല്ലാം പുതിയ കുറെ കൂടി തീവ്രമായ, കുറെ കൂടി മിലിറ്റൻ്റായ, കുറെ കൂടി ആയുധം കയ്യിലെടുക്കുന്ന ആളുകൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ ലിബിയ തകർന്നു പോയി, പക്ഷേ അവിടെയും ഈ മിലീഷ്യ രൂപപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ ഹമാസിന്റെ ഒരുപാട് നേതാക്കളെ 2004 മുതൽ ഇങ്ങോട്ടെടുത്താൽ അഹമ്മദ് യാസീനെ കൊന്ന് ഒരു മാസത്തിനകം ആണ് റെൻഡീസിയെ കൊല്ലുന്നത്. ഒറ്റ മാസത്തെ വ്യത്യാസമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഹമാസിന്റെ തലപ്പത്തേക്ക് വന്ന എല്ലാവരെയും, ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാവരെയും വധിച്ചു. പക്ഷേ ഹമാസ് കൂടുതൽ തീവ്ര സ്വഭാവത്തിലേക്കും കൂടുതൽ ആയുധധാരികളായും മാറുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് എല്ലാ തരത്തിലുള്ള നോൺ സ്റ്റേറ്റ് പ്ലേയേഴ്സിന്റെ കാര്യത്തിലും സംഭവിച്ചത്, രാജ്യങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ തരത്തിൽ അവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു സിസ്റ്റത്തെ അങ്ങ് ഇല്ലാതാക്കുക. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഇത്തരം മിലീഷ്യകൾ വളർന്നു വരിക, അവർ പരസ്പരം പോരടിക്കുകയോ അല്ലെങ്കിൽ അവർ വലിയ തീവ്രശക്തികളായി മാറുകയോ, അപ്പോൾ അവർ തീവ്രശക്തികളായി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം നടത്തുക. ഈ പണി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണാം. ഇപ്പോൾ ലിബിയയിൽ കാണാം, അല്ലെങ്കിൽ സിറിയയിൽ കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാഖിൽ കാണാം. ഹമാസിൻ്റെ കാര്യത്തിൽ പോലും അതുണ്ട്. പിന്നീട് അവർ അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ പിന്നീട് തീവ്രശക്തികളായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുക. ഒപ്പം ആ രാജ്യം മുഴുവൻ ഒന്നാകെ തകർന്നു പോവുക. അവിടെ ഒരു സുസ്ഥിര ഗവൺമെൻറ് ഇല്ലാതിരിക്കുക, അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഇല്ലാതിരിക്കുക, അവരുടെ വിഭവങ്ങൾക്ക് മേൽ ആ ജനതയ്ക്ക് യാതൊരു അധികാരവും ഇല്ലാതിരിക്കുക. ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ ഇവിടെയും നടക്കുക. ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് തങ്ങൾ ഇടപെടുന്നത് എന്നാണ് എല്ലാ സ്ഥലത്തും ഇടപെടുമ്പോൾ അമേരിക്കയുടെ ന്യായീകരണമായിട്ടുണ്ടായത്. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ നടന്ന എല്ലാ തരത്തിലുള്ള ഏതാണ്ട് ഡസൻ കണക്കിന് ഇടപെടലുകൾ ഉണ്ടായി. ഒരിടത്തും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയല്ല ചെയ്തത്. ഈ ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള മിലീഷ്യ കൂടുതൽ കരുത്തോടുകൂടി ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ഈ ഒരു ഘട്ടം മറികടന്നുകൊണ്ട് ആ ഒരു ഭരണകൂടത്തിന് തുടരാൻ സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യനും അവിടെ ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. ഒന്ന്, ആ മേഖലയിലാകെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. മറ്റ് സഹായങ്ങൾ അവർക്ക് മുൻപുണ്ടായിരുന്നത് പോലെയുള്ള സഹായങ്ങളില്ല. അപ്പോൾ നേരത്തെ അസദ് ഭരണകൂടം സിറിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതുമായുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. റഷ്യ മുൻകാലത്ത് സഹായിച്ചിരുന്നു. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് റഷ്യക്ക് സഹായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെയും അമേരിക്കയും ഇസ്രായേലും നേരിട്ട് ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ റഷ്യ പരോക്ഷമായി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചൈനയ്ക്ക് ആ മേഖലയിൽ വലിയ താല്പര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചൈന നേരിട്ടിടപെടും എന്ന് പ്രതീക്ഷിക്കാൻ ആയുധം കൊടുക്കുന്നുണ്ട്, പക്ഷേ നേരിട്ടിടപെടും എന്ന് പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ ധാരാളമുണ്ട്, പ്രയാസങ്ങൾ ധാരാളമുണ്ട്. ദീർഘകാലത്തെ ഉപരോധത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിലുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായ ഇടവേളകളിൽ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തെ മാത്രമല്ല, ഈ പറയുന്ന പ്രശ്നങ്ങളെ മുഴുവൻ അതിജീവിച്ചിട്ട് വേണം ഈ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കുക എന്ന് പറയാൻ. ഈ ഭരണകൂടം പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ഭരണ നേതൃത്വത്തിലുള്ള മനുഷ്യരെ മുഴുവൻ വേണമെങ്കിൽ ലക്ഷ്യമിടാനുള്ളൊരു സാധ്യതയും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലിബിയയിലൊക്കെ കണ്ടതുപോലെയുള്ളൊരവസ്ഥയിലേക്ക് ഇറാൻ മാറിയാൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അമേരിക്ക ഇപ്പോൾ പറയുന്നത് അമേരിക്കയിൽ തന്നെ കഴിയുന്ന റസാ പഹ്ലവിയെ അദ്ദേഹത്തിൻ്റെ മകനെ പുറത്താക്കപ്പെട്ട രാജാവിൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണല്ലോ. അതുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ചെറിയ തോതിൽ ഇറാനിലെ ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ചെറിയ ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇറാനകത്തുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ മൊബിലൈസേഷൻ നടന്നിട്ടുണ്ട്, വലിയ തോതിൽ തെരുവിൽ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഖംനയുടെ വധത്തോടുകൂടി അതിൻ്റെ സംഘടിത രൂപം ഇല്ലാതാകുന്ന അവസ്ഥയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആര് വഴി ഈ റെജീം ചേഞ്ച് നടപ്പാക്കും എന്നതാണ് ഗുരുതരമായ പ്രശ്നം. അത് ഇറാഖിലൊക്കെ സംഭവിച്ചതുപോലെയാണെങ്കിൽ ഇറാനിൽ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെടും. ആ ജനത കുറെ കൂടി പിറകോട്ട് പോകും എന്നതായിരിക്കും ഇതിൻ്റെ ആത്യന്തികമായ ഫലം. കാരണം സർക്കാരിൽ നിന്ന് ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള ബദൽ ശക്തികൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ചെറിയ മൂവ്മെന്റ്സ് മാത്രമാണ്. അകത്തുള്ള ആളുകൾ ഈ ഖംനഈ വധത്തോടു കൂടി നിശബ്ദരാക്കപ്പെടാനാണ് സാധ്യത. റൈറ്റ്. എന്തായാലും നമുക്ക്
കാത്തിരുന്ന് കാണാം എന്താണ് തുടർ ദിവസങ്ങളിൽ സംഭവിക്കുക. ഈ ഏകപക്ഷീയമായ ആക്രമണവും അതിനോടുള്ള പ്രത്യാക്രമണവും ഏത് വിധത്തിലാണ് മുന്നോട്ട് പോവുക, അത് ലോക ജനതയെ തന്നെ ഏത് വിധത്തിലൊക്കെയാണ് ബാധിക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടാം, സാധന സാമഗ്രികളുടെ കൈമാറ്റം തടയപ്പെടാം, പല വസ്തുക്കളുടെയും വിലവർധന ഉണ്ടാവും. ഇങ്ങനെ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ മറ്റ് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ ജനതയ്ക്കുണ്ടാകാം. വളരെ നേരിട്ട് ഈ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും ആഘാതം അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ അടക്കം ആളുകൾ വേറൊരു ഭാഗത്തുമുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.